കർത്താവ് പറയുക, നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ഇതിന് വൈരുദ്ധ്യമായി ചിലർ പ്രസംഗിക്കുന്നുണ്ട് കേട്ടോ. ഒരു പ്രശ്നവും വരത്തില്ല എന്ന് പറയുന്നവരുണ്ട്. അത് വഞ്ചനാപരമാണ്. അങ്ങനല്ല. കർത്താവ് തന്നെ പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങൾ ഉണ്ട്, പക്ഷെ ധൈര്യപ്പെട്ടോണം, ഞാൻ ലോകത്തെ ജയിച്ചു. എനിക്ക് മനസ്സിലായ അർത്ഥം ഞാൻ ആ ഭാഗത്തുനിന്ന് പറയാം. കുഞ്ഞുങ്ങളെ, ലോകത്തിൽ കഷ്ടങ്ങൾ നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ ലോകത്തെ ജയിച്ചു. അർത്ഥാൽ കഷ്ടങ്ങളെ ഞാൻ ജയിച്ചു. നിങ്ങൾക്കും ജയിക്കാൻ പറ്റും. ഹല്ലേലൂയ. യേശുക്രിസ്തു ആ വാക്ക് ഉച്ചരിക്കുമ്പം ഇന്നത്തെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, യേശു സഹിക്കേണ്ടി വന്ന ഏറ്റവും വലിയ കഷ്ടം ഏതാണ്? കുരിശിലെ കഷ്ടമല്ലേ? ആ കുരിശിലെ സകല വേദനയും അനുഭവിച്ചു. അവിടുന്ന് സ്വന്തം ചുമലിൽ തല ചായ്ച്ചു മരിച്ചു. മരിച്ചിട്ടേ അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരമാണ് അടക്കപ്പെട്ടതെന്ന് നമ്മൾ കൊരിന്ത്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പൊ അടക്കപ്പെട്ടു എന്ന് മാത്രമല്ല, അവർ കല്ലറ ഉറപ്പാക്കി. സത്യത്തിൽ യേശു ഉയർത്തെഴുന്നേൽക്കാതിരിക്കാൻ വേണ്ടിയല്ല കല്ലറ ഉറപ്പാക്കിയത്. യേശുവിൻ്റെ ശിഷ്യന്മാര് ചെന്ന് ആ ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോകാതിരിക്കാനാണ് കല്ലറ ഉറപ്പാക്കിയത്. അവര് ചിന്തിച്ചത് അത്രയാ, ശിഷ്യന്മാർ എന്ന് ശരീരം എടുത്തുകൊണ്ട് പോകും. അവരതിന് ചെയ്യാവുന്നതെല്ലാം ചെയ്തു. ഒരു വലിയ കല്ല്, ഒരു വലിയ കാവൽക്കൂട്ടം, ഒരു വലിയ മുദ്ര, ഒരു വലിയ ചങ്ങല. പക്ഷേ ഇതിനൊന്നും യേശുവിനെ തടയാൻ പറ്റിയില്ല.